നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോണ്ടന്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആറാമത്തെ ചാപ്റ്ററാണ്, അതായത് NCERT ഹിസ്റ്ററിയിലെ ആറാമത്തെ ചാപ്റ്ററാണ്. ഇന്ന് NCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടല്ല പറയാൻ പോകുന്നത്, നമ്മൾ തരുന്ന നോട്ടില്ലേ ആ നോട്ട് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. മറ്റത് വളരെയധികം ടൈം കൺസ്യൂമിംഗ് ആണ്. ഇതിപ്പോൾ നോട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഈസി ആയിരിക്കും. നോട്ടിനകത്ത് 100% വിശ്വസിക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോട്ടിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആയിരിക്കും. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ബുദ്ധമതത്തെ പറ്റിയിട്ടും ജൈന മതത്തെ പറ്റിയിട്ടും അതിൻ്റെ ആവിർഭാവത്തെ പറ്റിയിട്ടും ഒക്കെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. UPSC ലെവലിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഇവിടെ നിന്നായിരിക്കും. അപ്പോൾ ആദ്യത്തെ KASന്റെ പ്രിലിംസിനൊക്കെ ഈ ഒരു സെക്ഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റോറി ഓഫ് ബുദ്ധയിലാണ് ഇവിടെ തുടങ്ങുന്നത്. ഏകദേശം ഒരു 2500 വർഷങ്ങൾക്ക് മുമ്പ് ആര് ജനിക്കുന്നു? സിദ്ധാർത്ഥ എന്ന് പറയുന്ന ആള് ജനിച്ചു. ആരാണ് സിദ്ധാർത്ഥ? ശരിക്കുമുള്ള പേര് ഗൗതമ ബുദ്ധ അല്ലെ, മറ്റൊരു പേര് അല്ലെങ്കിൽ മറ്റൊരു പേര്, ശരിക്കുള്ളതെന്നല്ല മറ്റൊരു പേരാണ് എന്ത്? ഗൗതമ ബുദ്ധ എന്നറിയപ്പെടുന്നത്. അദ്ദേഹം ജനിക്കുന്നു. ഈ ബുദ്ധ ഏതൊരു ഫാമിലിയിൽ നിന്നാണ് വന്നത് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അദ്ദേഹം ഒരു സ്മോൾ ഗണയുടെ ഭാഗം, ചെറിയൊരു ഗണ എന്താണെന്ന് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഗണയുടെ ഭാഗമായിട്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. ഏത് ഗണം? സാഖ്യ ഗണത്തിൽപ്പെട്ട ഒരാളായിരുന്നു. ഇദ്ദേഹം ഒരു ക്ഷത്രിയനായിരുന്നു. When he was a young man, he left the comfort of his home in search of knowledge. നമുക്കറിയാം, വളരെ ചെറുപ്പമായിരിക്കെ തന്നെ എല്ലാം ഉപേക്ഷിച്ചിട്ട്, വീട് ഉപേക്ഷിച്ചിട്ട് ഇദ്ദേഹം എവിടെ പോകുന്നു? നോളജ് അന്വേഷിച്ചിട്ട് പോകുന്നു. അങ്ങനെ ബോധ്ഗയ എന്ന് പറയുന്ന സ്ഥലത്ത്, ബീഹാറിലെ ഒരു ബോധ്ഗയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് എവിടെ നിന്നിട്ടാണ് അദ്ദേഹത്തിന് എൻലൈറ്റ്മെൻറ്റ് കിട്ടുന്നത്? ഒരു പീപ്പിൾ ട്രീയുടെ അണ്ടറിൽ ഇരിക്കുന്ന സമയത്ത്, മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എൻലൈറ്റ്മെൻറ്റ് കിട്ടുന്നത്. ആഫ്റ്റർ ദാറ്റ് ഹി വാസ് നോൺ ആസ് ബുദ്ധ ഓർ ദ വൈസ് വൺ. അതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്തായിട്ട് മാറുന്നത്? ബുദ്ധൻ അല്ലെങ്കിൽ വൈസ് വൺ. ബുദ്ധൻ്റെ മീനിങ് എന്താണ്? വൈസായിട്ടുള്ള ഒരാൾ അല്ലേ, വളരെയധികം ബുദ്ധിമാനായിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു മനുഷ്യനാണെന്നുള്ളൊരു അർത്ഥത്തിൽ ബുദ്ധ എന്ന് പറയുന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടാനായിട്ട് തുടങ്ങി. ഹി ദെൻ വെന്റ് ടു സാർനാഥ് നിയർ വാരണാസി. അദ്ദേഹം പിന്നീട് അവിടെ നിന്ന് എങ്ങോട്ടാണ് പോയത്? സാർനാഥിലേക്ക് പോയി. വാരണാസിയിലെ സാർനാഥിലേക്ക് പോവുകയും വേർ ഹി ടോട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം. അവിടെയാണ് അദ്ദേഹം ആദ്യമായി പഠിപ്പിക്കുന്നത്. ആദ്യമായി മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തുടങ്ങിയത് സാർനാഥിൽ വെച്ചിട്ടാണ്. ഹി സ്പെൻഡ് ദ റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ് ട്രാവലിംഗ് ഓൺ ഫുഡ്, ഗോയിങ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. അതായത് നടന്ന് ഓരോ സ്ഥലത്തു നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് കാൽനടയായിട്ടായിരുന്നു ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്. ടീച്ചിങ് പീപ്പിൾ ടിൽ ഹി വാസ് പാസ്ഡ് എവേ ടു കുശിനര. കുശിനരയിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. ആ മരിക്കുന്ന സമയം വരെയും അദ്ദേഹം സ്വന്തം കാലുകൊണ്ട് നടന്ന് ഓരോ സ്ഥലത്ത് പോയി അദ്ദേഹത്തിന് അറിയാവുന്ന ഫാക്ടേഴ്സ്, ലൈഫിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളെല്ലാം മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് കാൽനടയായി പല സ്ഥലങ്ങളിലേക്കും പോയിക്കൊണ്ടിരുന്നു. ഇനി ബുദ്ധൻ്റെ ടീച്ചിങ്ങിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. എന്താണ് ബുദ്ധൻ്റെ ടീച്ചിങ്ങിൻ്റെ പ്രത്യേകത? എന്താണ് അദ്ദേഹം പഠിപ്പിച്ചത്? ദ ബുദ്ധ ടോട്ട് ദാറ്റ് ലൈഫ് ഈസ് ഫുൾ ഓഫ് സഫറിങ് ആൻഡ് അൺഹാപ്പിനെസ്. അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? മൊത്തത്തിൽ സഫർ ചെയ്യുന്ന ഒരു ജീവിതം, അല്ലെങ്കിൽ എപ്പോഴും അവൻ അൺഹാപ്പിയാണ് അല്ലേ. ഉള്ളതിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ട് ല്ല, ഇല്ലാത്തതിനെ പറ്റിയിട്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് മനുഷ്യൻ എന്ന് പറയുമ്പോൾ. ലൈഫ് ഈസ് ഫുൾ ഓഫ് സഫറിങ് ആൻഡ് അൺഹാപ്പിനെസ് ഈവൻ ഇഫ് വി ഗെറ്റ് വാട്ട് വി വോണ്ട്. നമുക്ക് വേണ്ടത് എന്താണോ അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ് ആൻഡ് വാണ്ട് ഈവൻ മോർ. അത് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്താണ്? സാറ്റിസ്ഫൈഡ് അല്ലാതാവുന്നു, ഇനിയും വേണമെന്നുള്ളൊരു ചിന്ത വരുന്നു. ദ ബുദ്ധ ഡിസ്ക്രൈബ് ദിസ് ആസ് എ തേഴ്സ്റ്റ് ഓർ തൻഹ. ഇതിനെ ബുദ്ധൻ വിശേഷിപ്പിച്ചത് എന്താണ്? ഇതൊരു തേഴ്സ്റ്റ് ആണ്, അല്ലെങ്കിൽ അദ്ദേഹം വിളിച്ച മറ്റൊരു പേരാണിത് തൻഹ എന്ന് പറയാം അല്ലേ. കിട്ടിയതിനെ പറ്റിയിട്ട് സാറ്റിസ്ഫൈഡ് അല്ലാതെ കിട്ടാത്തതിനെ പറ്റിയിട്ട് നമ്മൾ ഓർത്തുകൊണ്ട് അൺഹാപ്പിനെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് അദ്ദേഹം വിളിച്ചതാണ് തൻഹ. ഹി തോട്ട് ദാറ്റ് this constant craving could be removed by following moderation in everything. അതായത് ഇത് പതുക്കെ എന്താണ്? ഈ ഒരു ആഗ്രഹം, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? പലതിൽ നിന്നും എടുത്ത് കളയാൻ പറ്റും. ഹി ഓൾസോ തോട്ട് പീപ്പിൾ ടു ബി കൈൻഡ് ആൻഡ് ടു റെസ്പെക്ട് ദ ലൈഫ് ഓഫ് അതേഴ്സ്. അതായത് ഇദ്ദേഹം പറഞ്ഞ എന്താണ്? എല്ലാ ആൾക്കാരും എന്തായിരിക്കണം? ദയോട് കൂടിയിട്ടുള്ളവരായിരിക്കണം, മറ്റുള്ളവരുടെ ലൈഫിനെ റെസ്പെക്റ്റ് ചെയ്യുന്നവരായിരിക്കണം, ഇൻക്ലൂഡിങ് ആനിമൽസ്. ഇനി ആനിമൽസ് ആണെങ്കിൽ പോലും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം, മറ്റുള്ളവരുടെ സന്തോഷം അതെല്ലാം കണ്ടിട്ട് വേണം ഓരോരുത്തരും ജീവിക്കാൻ എന്ന് അദ്ദേഹം പറഞ്ഞു. ഹി ബിലീവ്ഡ് ദാറ്റ് ദ റിസൾട്ട് ഓഫ് അവർ ആക്ഷൻസ് കോൾഡ് കർമ്മ. നമ്മളുടെ ആക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളാണ് വെദർ ഗുഡ് ഓർ ബാഡ് അഫക്റ്റ് അസ് ബോത്ത് ഇൻ ദിസ് ലൈഫ് ആൻഡ് നെക്സ്റ്റ്. ആ ഒരു ബാഡ് ലൈഫ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യമാണെങ്കിൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലൈഫിലും കിട്ടാൻ പോകുന്നത്. അതല്ല മോശം കാര്യമാണെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ആയിരിക്കും ഈ ലൈഫിലും നെക്സ്റ്റ് ലൈഫിലും കിട്ടാൻ പോകുന്നതെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് പറയുന്നത് ഉപനിഷത്തുകളെ പറ്റിയിട്ടാണ്. അപ്പം എന്താണ് ഉപനിഷത്ത്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ് ഉപനിഷത്ത്? ഉപനിഷത്ത് മീൻസ് അപ്രോച്ചിങ് ആൻഡ് സിറ്റിംഗ് നിയർ. അപ്രോച്ച് ചെയ്യുക,
ആൻഡ് സിറ്റിംഗ് നിയർ, അടുത്തിരിക്കുക, അങ്ങനെയുള്ള ഒരു അർത്ഥമാണ് ഉപനിഷത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ദ ടെക്സ്റ്റ് കണ്ടെയ്ൻ ഇൻ ദ ഉപനിഷത്ത് വേർ ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ്. ഈ ഉപനിഷത്തൊക്കെ എടുത്ത് വെച്ച് നോക്കുവാണെങ്കിൽ അതിനകത്ത് കാണാൻ പറ്റുന്ന എന്താണ്, ടീച്ചറും സ്റ്റുഡൻസും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്, ഒരു സംഭാഷണമാണ് മിക്ക ഉപനിഷത്തിലും കാണാൻ സാധിക്കുന്നത്. മോസ്റ്റ് ഉപനിഷത്തിക് തിങ്കേഴ്സ് വെയർ മെൻ. മിക്കവാറും എല്ലാ ഉപനിഷത്തിലും തിങ്കേഴ്സ് ഒക്കെ എന്തായിരിക്കും, അതായത് ആണുങ്ങളായിരിക്കും. എസ്പെഷ്യലി ബ്രാഹ്മിൻസ് ആൻഡ് രാജാസ്, രാജാക്കന്മാർ അല്ലെങ്കിൽ ബ്രാഹ്മണന്മാരായിരിക്കും. ദർ ഈസ് മെൻഷൻ ഓഫ് വുമൻ തിങ്കേഴ്സ്. ചില സ്ഥലങ്ങളിലൊക്കെ വുമൻ തിങ്കേഴ്സിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്ത് കാണാറുണ്ട്. സച്ച് ആസ് ഗാർഗി, ഹു വാസ് ഫേമസ് ഫോർ ഹെർ ലേണിംഗ് ആൻഡ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഡിബേറ്റ്സ് ഹെൽഡ് ഇൻ റോയൽ കോർട്ട്സ്. അന്നത്തെ കാലത്ത് ഗാർഗി എന്ന് പറയുന്ന ഒരു വുമൺ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്തായിരുന്നു, ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിരുന്നു. ലേണിങ്ങിനകത്താണെങ്കിലും റോയൽ കോർട്ടിലൊക്കെ പോയിട്ട് രാജാക്കന്മാരുടെ സദസ്സിൽ പോയിട്ട് ഡിബേറ്റിനൊക്കെ അവർ പങ്കെടുക്കുമായിരുന്നു. അവരെ പറ്റിയിട്ട് പറയാറുണ്ട്. മെനി ഓഫ് ദി ഐഡിയാസ് ഓഫ് ദ ഉപനിഷത്ത് വെയർ ലേറ്റർ ഡെവലപ്ഡ് ബൈ ദ ഫേമസ് തിങ്കർ ശങ്കരാചാര്യ. അതായത് മെനി ഓഫ് ദി ഐഡിയാസ് ഓഫ് ദി ഉപനിഷത്ത്, അതായത് പിന്നീട് പണ്ടുണ്ടായിരുന്ന ഉപനിഷത്തുകളുടെ ഐഡിയാസ് പിന്നീട് ഡെവലപ്പ് ചെയ്തത് ശങ്കരാചാര്യ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള തിങ്കറിൻ്റെ പേരിലാണ്. അല്ലെങ്കിൽ അദ്ദേഹമാണ് കൂടുതൽ ഉപനിഷത്തിനെ പറ്റിയിട്ട് പിന്നീട് ഇങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ബുദ്ധമതത്തെ പറ്റിയിട്ട് നമുക്ക് ആവശ്യമുള്ള പോയിന്റ്സ് ആണ് ഇത്രയും നേരം പറഞ്ഞത്. ഉപനിഷത്ത് എന്താണെന്നും പറഞ്ഞു. നെക്സ്റ്റ് ജൈനിസത്തെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അതായത് ലാസ്റ്റ് ആൻഡ് 24th തീർത്ഥങ്കര ഓഫ് ജൈനാസ് വാസ് വർദ്ധമാന മഹാവീര. നമ്പർ ഓർത്തിരിക്കുക, 24ാമത്തെ തീർത്ഥങ്കരനായിട്ടുള്ള ജൈനമതത്തിൻ്റെ തീർത്ഥങ്കരനും അവസാനത്തെ ആളുമായിരുന്നു വർദ്ധമാന മഹാവീരൻ. ഹി വാസ് ദി ക്ഷത്രിയ പ്രിൻസ് ഓഫ് ലിച്ചാവീസ്. എന്താണ്, എവിടുത്തെ പ്രിൻസ് ആയിരുന്നു, ലിച്ചാവീസ്. എന്താണ്, എ ഗ്രൂപ്പ് ദാറ്റ് വാസ് എ പാർട്ട് ഓഫ് വാജി സംഘ. വാജി സംഘയിലെ ഒരു പാർട്ടായിട്ടുള്ള ലിച്ചാവീസിലെ പ്രിൻസ് ആയിരുന്നു വർദ്ധമാന മഹാവീരൻ. എ ഗ്രൂപ്പ് ദാറ്റ് വാസ് എ പാർട്ട് ഓഫ് വാജി സംഘ. അറ്റ് ഏജ് ഓഫ് 30, 30ാമത്തെ വയസ്സിൽ അദ്ദേഹം വീട് ഉപേക്ഷിച്ചിട്ട് എവിടെ പോകുന്നു, കാട്ടിൽ പോയി ജീവിക്കുന്നു. അത് കഴിഞ്ഞ് 12 വർഷങ്ങൾക്ക് ശേഷം ഹി ലീഡ് എ ഹാർഡ് ആൻഡ് ലോൺലി ലൈഫ്. 12 വർഷം കാട്ടിൽ ജീവിച്ചു, വളരെ ഒറ്റപ്പെട്ട് ജീവിച്ചു. അറ്റ് ദ എൻഡ് ഓഫ് വിച്ച് ഹി അറ്റൈൻഡ് എൻലൈറ്റ്മെന്റ്. അതിന് ശേഷമാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നത്, എൻലൈറ്റ്മെന്റ് കിട്ടുന്നത്. ഹി തോട്ട് എ സിമ്പിൾ ഡോക്ട്രൈൻ, മെൻ ആൻഡ് വുമൺ ഹു വിഷ് ടു നോ ദ ട്രൂത്ത് മസ്റ്റ് ലീവ് ദെയർ ഹോം. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണ്, ആണായാലും പെണ്ണായാലും ട്രൂത്ത്, അതെങ്കിൽ സത്യം മനസ്സിലാക്കി വെക്കണമെങ്കിൽ ആദ്യം എന്ത് ഉപേക്ഷിക്കണം, വീട് ഉപേക്ഷിച്ച് പോകണം. ദേ മസ്റ്റ് ഫോളോ വെരി സ്ട്രിക്ട്ലി ദ റൂൾസ് ഓഫ് അഹിംസ, വിച്ച് മീൻസ് നോട്ട് ഹേർട്ടിങ് ഓർ കില്ലിങ് ലിവിങ് ബീങ്സ്. അതുപോലെ അവരെന്ത് ഫോളോ ചെയ്തിരിക്കണം, അഹിംസയെ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. അത് കഴിഞ്ഞാൽ എന്താണ്, മറ്റുള്ള ആനിമൽസിനെയോ അല്ലെങ്കിൽ ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കാൻ പാടില്ല. ഫോളോവേഴ്സ് ഓഫ് മഹാവീര ഹു വെയർ നോൺ ആസ് ജൈന. ആരാണോ മഹാവീരയെ ഫോളോ ചെയ്യുന്നത് അവരെ നമ്മൾ വിളിച്ചിരുന്ന പേരാണ് ജൈനന്മാർ. ഹാവ് ടു ലീഡ് വെരി സിമ്പിൾ ലൈഫ്. അവരെങ്ങനെയായിരിക്കണം ജീവിക്കുന്നത്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ജീവിതശൈലി ആയിരിക്കും. ദേ ഹാവ് ടു ബി അബ്സല്യൂട്ട്ലി ഹോണസ്റ്റ് ആൻഡ് വെരി എസ്പെഷ്യലി ആസ്ക് നോട്ട്സ് ടു സ്റ്റീൽ. അവരുടെ ഏറ്റവും വലിയതെന്ന് പറയുന്നത് എന്താണ്, സത്യസന്ധത ഉണ്ടായിരിക്കണം, ഒന്നും മോഷ്ടിക്കാനായിട്ട് പാടില്ല. ഓൾസോ ദേ ഹാവ് ടു ഒബ്സർവ് സെലിബസി ആൻഡ് മെൻ had to give up everything including their clothes. അന്നെന്താണ്, എല്ലാം വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സ്, സ്വന്തം വസ്ത്രങ്ങളാണെങ്കിലും ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ വിട്ടുകൊടുക്കുക. ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മോസ്റ്റ് മെൻ ആൻഡ് വുമൺ ടു ഫോളോ ദീസ് സ്ട്രിക്ട് റൂൾസ്. അതായത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആയിരുന്നു ഇവർ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പല അതായത് ഈ പറയുന്നതിനപ്പുറത്തോട്ട് പല റൂൾസും ഇവർ ഫോളോ ചെയ്തിരുന്നുണ്ടായിരുന്നു കേട്ടോ. ജൈനിസം വാസ് സപ്പോർട്ടഡ് മെയിൻലി ബൈ ട്രേഡേഴ്സ്. ശരിക്കും ജൈനിസത്തെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നത് ഈ കച്ചവടക്കാരായിരുന്നു. ദ ടീച്ചിങ് ഓഫ് മഹാവീര ആൻഡ് ഹിസ് ഫോളോവേഴ്സ് വെർ ട്രാൻസ്മിറ്റഡ് ഓറലി ഫോർ സെവറൽ സെഞ്ചുറീസ്. ഈ ഓറലി പറയില്ലേ, അതായത് പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന പല സെഞ്ചുറീസിൽ ഈ മഹാവീരൻ്റെ ടീച്ചിങ്സ് എല്ലാം പലരിലൂടെ വാമൊഴിയായിട്ട് പല രാജ്യങ്ങളിലേക്കും എത്തിയിരുന്നു. നെക്സ്റ്റ് പറയാൻ പോകുന്നത് സംഘത്തിനെ പറ്റിയിട്ടാണ്. അപ്പം എന്താണ് ഒരു സംഘം? സംഘ വാസ് എൻ അസോസിയേഷൻ ഓഫ് ദോസ് പീപ്പിൾ ഹു ലെഫ്റ്റ് ദെയർ ഹോംസ്. സംഘം എന്ന് പറയുന്നത് നമ്മുടെ ഒരു അസോസിയേഷനാണ്. എന്താണ്, വീട് വിട്ടിറങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അസോസിയേഷൻ. ദ റൂൾസ് മെയ്ഡ് ഫോർ ദ ബുദ്ധിസ്റ്റ് സംഘ വെയർ റിട്ടൺ ഡൗൺ ഇൻ ബുക്ക് കോൾഡ് വിനയ പീഡക. എന്താണ് വിനയ പീഡക എന്ന് പറയുന്ന ഒരു ബുദ്ധിസ്റ്റ് ബുക്കുണ്ട്. അപ്പം റൂളെല്ലാം ഈ ബുദ്ധിസ്റ്റ് ബുക്കിനകത്ത് വിനയ പീഡകയ്ക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മെൻ ആൻഡ് വുമൺ ഹു ജോയിൻ ദ സംഘ ലീഡ് സിമ്പിൾ ലൈഫ്. അതായത് ആരാണോ ഈ സംഘത്തിൽ ജീവിക്കാൻ വരുന്നത് അവർ സിമ്പിൾ ആയിട്ടുള്ള ജീവിത രീതി ആയിരിക്കണം സെലക്ട് ചെയ്യുന്നത്. ദേ മെഡിറ്റേറ്റഡ് ഫോർ മോസ്റ്റ് ഓഫ് ദ ടൈം ആൻഡ് വെൻ ടു സിറ്റീസ് ആൻഡ് വില്ലേജസ് ടു ബെഗ് ഫോർ ഫുഡ് ഡ്യൂറിങ് ഫിക്സഡ് അവേഴ്സ്. അതായത്
ഒരുപാട് നേരം മെഡിറ്റേറ്റ് ഒക്കെ ചെയ്തിട്ട് ആഹാരത്തിന് വേണ്ടിയിട്ട് എവിടെ പോകണം, മറ്റ് അടുത്തുള്ള വില്ലേജിലും സിറ്റിയിലും ഒക്കെ കുറച്ച് സമയം പോയി സ്പെൻഡ് ചെയ്ത് ഭിക്ഷ യാചിച്ചിട്ട് വേണം ആഹാരം കഴിക്കാൻ. ദാറ്റ് ഈസ് വൈ ദേ വെയർ നോൺ ആസ് ബിക്കൂസ്. എന്തെന്ന് വിളിക്കുന്നു? അങ്ങനെ പോകുന്നതുകൊണ്ട് അവരെ വിളിക്കുന്ന പേരാണ് ബെഗേഴ്സിനെ പ്രാകൃത വേർഡിൽ വിളിക്കുന്നതാണ് ബിക്കൂസ്. അപ്പോൾ ബിക്കൂസ് എന്ന് പറയുന്ന ആണുങ്ങളും ബിക്കുണീസ് എന്ന് പറയുന്നത് പെൺകുട്ടികളും. ദോസ് ഹു ജോയിൻ ദ സംഘ ഇൻക്ലൂഡ് ബ്രാഹ്മിൻസ്, ക്ഷത്രിയാസ്, മെർച്ചൻസ്, ലേബറേഴ്സ്, ബാർബേഴ്സ്, കോട്ടീഷ്യൻസ് ആൻഡ് സ്ലേവ്സ്. ആർക്ക് വേണമെങ്കിലും എന്ത് ചേരാം? സംഘത്തിൽ ചേരാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നമ്മൾ കേൾക്കാറുള്ള ഒരു കാര്യമാണ് മൊണാസ്ട്രീസ് എന്താണ്. അതായത് ജൈനമതമായാലും ബുദ്ധമതമായാലും മോങ്സ് വെൻ ഫ്രം പ്ലേസ് ടു പ്ലേസ് ത്രൂ ഔട്ട് ദ ഇയർ. ഈ സന്യാസിമാരെല്ലാം ഓരോ സ്ഥലങ്ങളിൽ നിന്നും ഓരോ വർഷത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എന്തിനു വേണ്ടിയിട്ട്? മറ്റുള്ള മനുഷ്യരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, ടീച്ചിങ് പീപ്പിൾ. ദ ഓൺലി ടൈം ദേ സ്റ്റേഡ് ഇൻ വൺ പ്ലേസ് വാസ് ഡ്യൂറിങ് ദ റെയിനി സീസൺ. മഴയാവുന്ന സമയത്ത് അവർ ഒരു സ്ഥലത്ത് തന്നെ താമസിക്കുമല്ലോ. വെൻ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ടു ട്രാവൽ, ദെൻ ദേ സപ്പോർട്ടേഴ്സ് ബിൽഡ് ടെമ്പററി ഷെൽട്ടേഴ്സ് ഫോർ ദം ഇൻ ഗാർഡൻസ് ഓർ ദേ ലിവ്ഡ് ഇൻ നാച്ചുറൽ കേവ്സ് ഇൻ ഹിൽ ഏരിയാസ്. അപ്പോൾ അവർ മഴയൊക്കെ വരുന്ന സമയത്ത് എങ്ങും യാത്ര ചെയ്യാതെ ഹില്ലി ഏരിയാസിലുള്ള ഒന്നുകിൽ നാച്ചുറൽ കേവ്സിൽ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് ഗാർഡൻ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി അങ്ങനെ താമസിക്കും. ദ പെർമനന്റ് ഷെൽട്ടേഴ്സ് വിച്ച് മൊനാസ്ട്രീസ് വെർ ബിൽഡ് നോൺ ആസ് വിഹാരാസ്. പെർമനൻ്റ് ആയിട്ടുള്ള ഈ ഷെൽട്ടേഴ്സ് ഉണ്ടല്ലോ, ഈ ഇവർ താമസിക്കുന്നത്, അതിനെ നമ്മൾ വിഹാരങ്ങൾ എന്ന് വിളിച്ചു. ദ ഏർലിയസ്റ്റ് വിഹാരാസ് വെയർ മെയ്ഡ് ഓഫ് വുഡ് ആൻഡ് ദെൻ ഓഫ് ബ്രിക്സ്. ആദ്യമൊക്കെ തടി കൊണ്ടായിരുന്നു, പിന്നീട് അത് എന്തായിട്ട് മാറി? കട്ടകൾ കൊണ്ടായിട്ട് മാറുന്നു. സം വെയർ ഈവൻ കേവ്സ്, എസ്പെഷ്യലി ഇൻ വെസ്റ്റേൺ ഇന്ത്യ. പടിഞ്ഞാറൻ സൈഡിലോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ ഗുഹകൾ. ഓവർ ദ സെഞ്ചുറീസ് ബുദ്ധിസ്റ്റ് സ്പ്രെഡ് ടു മെനി പാർട്ട് ഓഫ് ദി സബ് കോണ്ടിനെന്റ് ആൻഡ് ബിയോണ്ട്. അപ്പോൾ അതിന് ശേഷം എന്താണ്? കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സബ് കോണ്ടിനെൻറ്റിന് പുറത്തേക്കും എന്ത് വളരാൻ തുടങ്ങി? ബുദ്ധിസം സ്പ്രെഡ് ആവാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പ്രധാനമായിട്ടും ബുദ്ധിസം, ജൈനിസം, അവരുടെ ടീച്ചിങ് മെത്തേഡിനെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് NCERT ഒന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഈ ചാപ്റ്റർ ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ നോട്ടും ഇതും കൂടെ മിക്സ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ക്ലിയർ ആവും. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.